പ്ലക്കാർഡുകൾ ഉയർത്തിയും മുഖം മറച്ചുകൊണ്ടുമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ സ്പീക്കർ എൻ ഷംസീർ. സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയുള്ള പ്രതിഷേധം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നും ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രതിപക്ഷം മര്യാദ പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. തന്നെ അന്ധനെ പോലെയാക്കിയെന്നും മുഖം മറച്ചത് ജനാധിപത്യ വിരുദ്ധമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വാച്ച് ആൻഡ് വാർഡുമാർ ഒന്നും ചെയ്തിട്ടില്ല എന്നും വേണമെങ്കിൽ തനിക്ക് അവരോട് നിർദ്ദേശം നൽകാമായിരുന്നുവെന്നും സ്പീക്കർ വ്യക്തമാക്കി. എന്നാൽ വാച്ച് ആൻഡ് വാർഡുമാർ തങ്ങളുടെ ബാനറുകളും മറ്റും പിടിച്ചുമാറ്റിയെന്നും അവർ തങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന വാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചുനിന്നു. ജനാധിപത്യപരമായിരുന്നു സഭയിലെ പ്രതിപക്ഷ സമരം. SITയുടെ വീഴ്ചയിൽ സർക്കാരിന് പങ്കുണ്ട്. ഇതിനു മുൻപുള്ള സ്പീക്കർമാർ പ്രതിഷേധമുണ്ടാകുമ്പോൾ രണ്ടു ഭാഗവും കേൾക്കാറുണ്ട്. എന്നാൽ പ്രതിപക്ഷ സമരത്തെ വെല്ലുവിളിക്കുകയാണ് ഈ സ്പീക്കർ ചെയ്തതെന്നും സതീശൻ ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള SITയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ്. 3 പേര് ജയിലിൽ നിന്നിറങ്ങിയാണ്. അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ CPM നേതാക്കളായ 3 പേരും ജയിലിൽ നിന്നിറങ്ങും. അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ SIT അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. ആ തിരുത്തിയ അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് 3 ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത്. അപ്പൊ എല്ലാം വൈകിക്കുകയാണ്. കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് UDF നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്നത്. മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ SIT അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു. SIT അന്വേഷണം മുമ്പോട്ട് പോകാത്തത് കൊണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ. SIT അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ. പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം? കോടതി പറഞ്ഞ കാര്യം തന്നെയാണ്, കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി, നിയമമന്ത്രി പറഞ്ഞു UDFന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷിച്ചോ. പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന കാര്യം ആ വാഹനം കൈമാറിയത്. അത് ശരിയാണ് എന്നുള്ള കോടതി വിധി, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണറെ, അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുമുണ്ട്. ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? 2019 CPM കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. സംശയമില്ലല്ലോ. വീണ്ടും 2024 ഒന്നുകൂടി സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി എന്താ പറഞ്ഞത്? ഫേക്ക് അർജൻസി ഉണ്ടാക്കി. ഒന്നുകൂടി പോയി. അപ്പൊ ഒന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, 2 ഇപ്പോഴത്തെ മന്ത്രി വാസവൻ, അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര്, ഇപ്പൊ പിരിഞ്ഞുപോയ പ്രസിഡന്റ്, ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്താ അതിന്റെ മെസ്സേജ്? അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ്. അപ്പൊ CPMന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. മന്ത്രിമാര് നിരന്തരമായി നിയമസഭയിൽ മൈക്ക് കിട്ടുമ്പോ
ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അവരെ അപമാനിക്കുകയാണ്. ഇന്ന് മന്ത്രി MP രാജേഷ് തൊഴിലുറപ്പ് നിയമം ഭേദഗതി വരുത്തി കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. എന്ത് വില കുറഞ്ഞ നിലവാരം കെട്ട ആരോപണമാണ്. അത് പറഞ്ഞത് ആരാണ്? രാജേഷ്. ഡൽഹിയിലൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഹിമാചലിൽ നിന്നുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. ഈ അനുരാഗ് ഠാക്കൂർ വർഗഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ്. ഡൽഹി കലാപത്തിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ് അനുരാഗ് ഠാക്കൂർ. അനുരാഗ് ഠാക്കൂറിനുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ MP രാജേഷ് ആഘോഷിച്ച പടമാണ്. വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൗഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് തരം താണ രീതിയിൽ ആരോപണം ഉന്നയിച്ചു. പിന്നാലെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പുറത്തേക്കിറങ്ങി. വലിയ പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം അഴിച്ചുവിട്ടത്. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ബാനർ താഴ്ത്തിയില്ലെങ്കിൽ പിടിച്ചുമാറ്റുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതിനിടെ ഡയസിന് മുകളിലേക്ക് ചാടിക്കയറാൻ ചില പ്രതിപക്ഷ MLA-മാർ ശ്രമിച്ചു. TV ഇബ്രാഹിം, സനീഷ് കുമാർ ജോസഫ്, അൻവർ സാദത്ത് എന്നിവരാണ് ചാടിക്കയറാൻ ശ്രമിച്ചത്. ഇത് വാച്ചാൻ വാർഡുമാർ തടഞ്ഞു. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ തിരികെ സീറ്റിലേക്ക് മടങ്ങി. ഇതിനിടെ സ്പീക്കർ എഴുന്നേറ്റുപോയി. പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ഭരണപക്ഷവും രംഗത്തു വന്നു. മന്ത്രിമാരായ MP രാജേഷ്, V ശിവൻകുട്ടി, വിവിധ MLA-മാർ എന്നിവരാണ് പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തിയത്. എന്ത് അതിക്രമമാണ് പ്രതിപക്ഷം കാണിക്കുന്നതെന്നും കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നാണോ പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നും MP രാജേഷ് ചോദിച്ചു. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിന്റെ പേരിൽ മോദിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ചായ കുടിച്ച് ആഘോഷിച്ചവരാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രി V ശിവൻകുട്ടിയും പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി രംഗത്തു വന്നു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നതുള്ളതുകൊണ്ടാണ് സഭയിൽ അവർ പ്രതിഷേധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് MLA-മാരെ വിളിച്ച് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ക്ലാസ് എടുത്തുകൊടുത്തു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുകയെന്നും V ശിവൻകുട്ടി ചോദിച്ചു.